എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിന് ദാരിദ്ര്യമില്ല, അതുകൊണ്ട് തന്നെ കേരളത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജ കേരളമായിട്ട് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളത്തിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന അങ്ങ് സുഖിച്ചു. അപ്പോൾ എന്തായാലും വളരെ നന്നായി. മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്ക്, അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക്, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കേരളത്തിനകത്ത് ദാരിദ്ര്യമൊന്നും ഉണ്ടായിരിക്കില്ലായിരിക്കും. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ദാരിദ്ര്യമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ദരിദ്ര അവസ്ഥയെക്കുറിച്ചിട്ട് നമ്മുടെ ആദിവാസി കോളനിയിലെ ഒരു അമ്മ, ആ ഒരു അമ്മ പറയുന്നത് കേൾക്കാം. ഏട്ടാ, കൂലി പണിയെടുത്താ നമ്മൾ ജീവിച്ചു പോകും. അല്ലെങ്കിൽ സർക്കാരിന്ന് വലിയ പിന്നെ അനുകൂലം നമുക്ക് കൊടുത്തിരുന്നത്. അനുകൂലം കിട്ടിയ തന്നെ അവിടുത്തെ പ്രൊമോട്ടർ വന്നിട്ടാണ് ഇവിടെ നമുക്ക് ഇത്രേ വെള്ളം ഇറങ്ങിയ സമയത്ത് അത് വന്ന് ഇവിടെ കണ്ട്, ഇവിടെ ഒരാൾക്കാർ ഇങ്ങോട്ട് നിങ്ങളിപ്പോ വന്ന് കണ്ടതല്ലേ, ആരെങ്കിലും ഒന്ന് വരാനുള്ള വഴിയാണോ? ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. എന്താണെന്നറിയോ? പ്രൊമോട്ടർ ഒന്നിലും പരമത്ത് പ്രൊമോട്ടർ ഉണ്ട്, ഒന്ന് വന്ന് അന്വേഷിക്കുക. ഇല്ലല്ലോ, അന്വേഷിക്കില്ല. എന്ത് അരിസാധനം ആരെ കൊണ്ട് തരാനുള്ളത്? അതെ, എന്റെ വീട്ടിലതാ ഒരു തള്ള നെൽത്ത് തണുപ്പത്ത് കിടക്കുക, പ്രൊമോട്ടർ അല്ലെങ്കിൽ ആശവർക്ക എന്തെങ്കിലും ഒന്ന് സഹായം അതിദാരിദ്ര്യം പിടിച്ചവരില്ല എന്നാണ് നാളെ പ്രഖ്യാപിക്കാൻ പോവുക. അങ്ങനെ വയനാട്ടില് ഇല്ലാന്ന് അതൊക്കെ പറയും. എന്തെന്നറിയോ? അവര് അതല്ല, എന്റെ അപ്പുറത്തും പറയൂ. എന്തെന്നറിയോ? ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇവിടുത്തെ ദുരന്തം എന്താന്ന് എന്താന്ന് ഇവരാരും മനസ്സിലാക്കൂല. അടുത്ത് ഇത്രയ്ക്കെല്ലാം ആൾക്കാരുണ്ട്, ഒന്ന് വന്ന് കണ്ട് എന്തോ ഇവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട് ഇല്ല ഒന്ന് അന്വേഷിക്കണ്ടേ? അരിയൊക്കെ കിട്ടുന്നുണ്ടോ? അരിയൊന്നും കിട്ടുന്നില്ല. ഇല്ല, സത്യമായിട്ട് കിട്ടുന്നത് നമ്മള് ഇന്ന് വന്ന് പോയ ആ ചേച്ചി വന്നിട്ടാണ് ഞമ്മക്ക് ഇവിടേക്ക് കിറ്റായിട്ട് കിട്ടുന്നത്. അല്ല, ഇവിടെയുള്ള പ്രൊമോട്ടർമാര് തിരിഞ്ഞു നോക്കാത്ത പ്രൊമോട്ടർമാര് ആണ്. മേടിച്ച് തിന്നാൻ പഠിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ് ഇതാ ഇവിടെ ഒരു അച്ഛന് മരിച്ചായിട്ട് പ്രൊമോട്ടറൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിക്കോ, ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോളാം. എവിടെ എത്തി? എന്തായാലും ആ അമ്മ വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിച്ചു. പണ്ടൊക്കെ ശരിക്കും ഇതുപോലെയുള്ള ആളുകളെന്ന് വെച്ചാൽ സംസാരിക്കാനൊക്കെ മടിച്ച് പേടിച്ച് പിന്മാറി നിന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയമൊക്കെ വിട്ട് ഇപ്പോൾ എല്ലാത്തിനും മുൻകൈ എടുത്ത് സംസാരിക്കാനും എല്ലാത്തിനുമായിട്ട് അവർ എന്താ പറയുക, ക്യാമറയുടെ മുന്നിലേക്കൊക്കെ തന്നെ വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഇതുപോലെയുള്ള ആർജവം ഉണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. എന്തായാലും ദാരിദ്ര്യത്തെക്കുറിച്ചിട്ട് ഒരു വീട്ടിൽ ഒരുപാട് ആളുകൾ ഞെരുങ്ങി ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളും കൂടി എല്ലാവരും ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയൊക്കെ വേണം. പിന്നീടെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ കിട്ടുന്ന ഒരു മാസത്തേക്ക് കിട്ടുന്ന ആ ഒരു അരി ഉപയോഗിച്ച് ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഉപ്പും മുളകും പുളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ അരി മാത്രമാണ് കിട്ടുന്നത്. ഈ അരി അല്ലെങ്കിൽ 1 or 2 കവർ, അത് യൂണിറ്റ് ഉള്ളത് കണക്കാക്കി ഗോതമ്പ് കിട്ടും. പിന്നെ എല്ലാം കനം കുറഞ്ഞ റേഷനരി കിട്ടും. പച്ചരി കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. അതുപോലെ തന്നെ മണ്ണെണ്ണ സ്ഥിരമല്ല, ചിലപ്പോൾ 1/2 ലിറ്റർ കിട്ടും. ഇതൊക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ജീവിക്കുക? നിങ്ങളൊന്ന് പറയുക, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ജീവിക്കുക? എന്തായാലും ആദിവാസി കോളനിയിലെ ചില പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അവർ പറയുന്നതെ കുറിച്ചിട്ട് നമുക്ക് കേട്ടിട്ട് വരാം. എന്ത് ചെയ്യാൻ പറ്റൂ? എനിക്കൊരു ആൺകുട്ടികളുണ്ടെങ്കിൽ പണിക്ക് പോകും. ഞാൻ ഒരു അമ്മയായി പോയില്ല. എനിക്ക് ഒരു മോളു. അരി 30 കിലോ അരി കിട്ടും. പിന്നെ അരി കിട്ടാനാണ് ഈ മാസം 30 ആവണം. അന്നേരം പട്ടിണിയല്ലേ. ഒരുപാട് പേരുള്ളതുകൊണ്ട് തികയില്ല. 3 കുട്ടികളുണ്ട്, പണിയെടുക്കാനാവൂല. ചെറിയ കുട്ടികളാണോ? ഒരു സ്കൂളിൽ പോകുന്നത്. ഭർത്താവ് ഇല്ല? ഭർത്താവ് മരിച്ചുപോയി. കാറിൽ കിട്ടുമ്പോ തിന്നത്. കുറെ പേരുണ്ടോ ഇവിടെ? വീട്ടില് 4 ആളുണ്ട്. 4 ആളുണ്ട്. അപ്പൊ റേഷനരി കിട്ടുമ്പോ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വകയില്ല എന്നാണ്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ജനങ്ങൾ, അവരൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് പോലും ഇറങ്ങിച്ചെന്ന് ആരും കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. ആശാവർക്കർമാരുണ്ടെങ്കിൽ പോലും അവരാരും ആ ഒരു വഴി പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. സർക്കാരിൻ്റെ സർവീസിൽ ഇരുന്നിട്ട് ആരും ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് തെറ്റാ ചെയ്തത്?
പിന്നെ ഇവരെ പോലുള്ള ആളുകളൊക്കെ കൂടുതലും ഉൾപ്രദേശത്തേക്കാണ് അവരൊക്കെ താമസിക്കുന്നത്. അവിടേക്കൊക്കെ പോകാനുള്ള മടി കൊണ്ടാണോ? ഇപ്പോൾ എല്ലാവർക്കും 2 വീലറും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ വോട്ടിൻ്റെ സമയം വരുമ്പോൾ ഇതുപോലെയുള്ള സാധാരണക്കാരുടെ വോട്ട്, അല്ലെങ്കിൽ ഇത്രയും പാവപ്പെട്ട ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കില്ലല്ലോ ആരും. ആ ഒരു സമയത്ത് എല്ലാവർക്കും എല്ലാവരുടെ വീടുകളും പരിചിതമാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചും പറഞ്ഞും ഒക്കെ എല്ലാവരുടെ വീട്ടിലും ചെല്ലും. നല്ല സൗമ്യമായ രീതിയിൽ മധുരമായ പുഞ്ചിരിയോടുകൂടി ചെന്ന് നിന്ന് ഒരു ഉളുപ്പും ഇല്ലാണ്ട് വോട്ട് ചോദിക്കും. ഇവരെയൊക്കെ തട്ടിയും തടവിയും സമാധാനിപ്പിച്ച് അമ്മേ സുഖമല്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ജയിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവരെ ആരും കാണുന്നില്ല. പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് കാണുന്നത്. പക്ഷേ എന്തായാലും ഞാൻ ഇതുവരെ ഒരു പാർട്ടിയെക്കുറിച്ചിട്ടും ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടും ഞാൻ വീഡിയോ ചെയ്യാറില്ല, ചെയ്യുന്ന ആളുമല്ല. ഇപ്പോൾ മതങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പൊതുവായിട്ടൊരു വിഷയം വരുമ്പോൾ അതേക്കുറിച്ച് സംസാരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയേറെ ദാരിദ്ര്യം പിടിച്ച ഒരു സംസ്ഥാനം തന്നെയാണ് കേരളവും. മറ്റുള്ള സംസ്ഥാനങ്ങളിലും ദാരിദ്ര്യം ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. കേരളത്തിലും ദാരിദ്ര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത്രത്തോളം വരില്ല. കാരണം പല സംസ്ഥാനങ്ങളിലും നമുക്ക് അറിയാവുന്നതാണ്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും കൊടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ കൂടി ജോലിക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത പല സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കൃഷിയുടെ കാര്യത്തിനാണെങ്കിലും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അവിടെയാണെങ്കിൽ ടോയ്ലറ്റ് സൗകര്യമില്ല, അതുപോലെ ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും വീടിനകത്ത് ശരിക്കും വീടെന്ന് പറയുന്ന സമ്പ്രദായം പോലും ഇല്ല. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ബീഹാറിൽ ഒരേ ഒരു കിണറോ മറ്റോ ആണ് ഒരു ഏരിയയിൽ വച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ടോയ്ലറ്റ് ഇല്ലാണ്ട് റോഡ് സൈഡിൽ പോയിരുന്ന് അപ്പോൾ ഇടുന്ന പരിപാടി, അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. എല്ലായിടത്തും ദാരിദ്ര്യമുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഉള്ളതിൻ്റെ അത്രയും ദാരിദ്ര്യം ഇല്ല എങ്കിൽ പോലും കേരളം ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയം അങ്ങനെ കണ്ണടച്ച് മിണ്ടാണ്ടിരിക്കാൻ തോന്നുന്നില്ല. കാരണം ദാരിദ്ര്യമുണ്ട്. നിങ്ങൾ ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അതേക്കുറിച്ചിട്ട് അറിയാതെ പോകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ കണ്ടിട്ടും കണ്ണടയ്ക്കുന്നതുമായിരിക്കാം. എന്തായാലും എല്ലാ വർഷവും എല്ലാ തവണയും ഇതുപോലെ ഇലക്ഷൻ്റെ സമയം വരുമ്പോൾ എല്ലാവരും ചെല്ലും, എല്ലാവരെയും അറിയുകയും ചെയ്യും. ആ ഒരു സമയത്ത് എല്ലാവരും താമസിക്കുന്ന സ്ഥലവും എല്ലാവർക്കും പരിചിതമാണ്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, വോട്ട് എണ്ണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആർക്കും ആരെയും അറിയില്ല. ഇതാണ് അവസ്ഥയെന്ന് പറയുന്നത്. ആദ്യം സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കൊടുക്കുന്ന ഈ പെൻഷനിലോ ഈ തരുന്ന ഒരു മാസത്തെ അരിയിലോ ആർക്കും ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനായിട്ട് സാധിക്കുകയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വില കയറി കുത്തനെ പോകുന്നൊരു സമയമാണിത്. ഈ ഒരു സമയത്തിൽ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കഞ്ഞിക്കാണെങ്കിലും ഉപ്പ് മേടിക്കണമെങ്കിൽ ഉപ്പിന് വേണം ഒരു പാക്കറ്റിന് 20 രൂപ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ്. വിലയില്ലാത്തതെന്ന് പറഞ്ഞാൽ വെറും മനുഷ്യന് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവർക്കും വില കൂടുതലാണ്. എല്ലാ വസ്തുക്കൾക്കും വിലയാണ്. മനുഷ്യന് മാത്രം ഒരു പട്ടിയുടെ വില പോലും ഇല്ല. ഒരു മനുഷ്യൻ ഒരിടത്ത് വീണ് കിടന്നാൽ പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്യില്ല. പക്ഷേ അതേസമയം ഒരു പൂച്ചയ്ക്കോ പട്ടിക്കോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെ വലിയ വിഷയമായിട്ട് ചാനലുകളിൽ വന്ന് ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ ഇതുപോലെയുള്ള ആളുകൾക്ക് അങ്ങനെയല്ല, അവർക്ക് അധികാരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ നിങ്ങൾക്ക് അധികാരമില്ലാത്തതെന്ന്? ശരിയാണ്, നമുക്ക് ഓരോരുത്തർക്കും സംസാരിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം ഉണ്ട്. കാരണം ഇത് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഇവിടെ എന്തിനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. പക്ഷേ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ് അടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാവടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ കണ്ടോളൂ. പക്ഷേ ഈ ഒരു വീഡിയോയുടെ അടിയിലൊക്കെ ആയിട്ട് കുറേയധികം കമൻറ്റുകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പണ്ട് ഞാൻ ഇതുപോലെ എന്തോ ഒരു കാര്യത്തിന് കോമൺ ആയിട്ടുള്ള ഒരു വിഷയം എടുത്ത് സംസാരിച്ചപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റ് എന്ന് വെച്ചാൽ, TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളിനെ 55 മറ്റോ വെട്ടിയാണ് നമ്മൾ കൊന്നത്, അതാണ് നമ്മുടെ ഒരിത്, മനസ്സിൽ വെച്ചോ എന്നും പറഞ്ഞിട്ട് എനിക്കൊരു ഭീഷണി പോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ശരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ചുമ്മാതെ എന്തെങ്കിലും ഒന്നും പറയില്ല. നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു വ്യക്തിയുടെ അഭിപ്രായം അവിടെ തുറന്നു പറയുമ്പോൾ അവരെ വെട്ടിക്കൊല്ലും എന്നുള്ള രീതിയിലുള്ള ഭീഷണി പോലുള്ള കമൻറ്റുകൾ വരുമ്പോൾ എന്താ പറയുക? എന്താണ് പറയാനുള്ളത്? ശരിക്കും നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളിവിടെ ഒരു മോശപ്പെട്ട് ആരെയും പ്രത്യേകിച്ച് താഴ്ത്തി കെട്ടിക്കൊണ്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയാണ്. അതിനുള്ള അവകാശം ഇല്ലാത്ത രാജ്യമാണോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം?
നമ്മൾ ഒരാൾ പറയുന്ന ആശയം അത് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവരെ വായടപ്പിക്കാനും ഭീഷണിപ്പെടുത്താനുമായിട്ട് നിൽക്കുന്ന സമയത്തിന് നീ എന്തും പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ ചുമ്മാ കിടന്ന് വാക്കോരടിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, കയ്യാങ്കളിയിലൂടെ മനുഷ്യൻ്റെ നാവ് അടക്കി നിർത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ജനങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്, അത് മനസ്സിലാക്കുക. ആരോഗ്യപരമായ സംവാദങ്ങളാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തിനാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാവിനെ അടക്കി ഒതുക്കിയിരുത്തുക. ഇതാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് തെറിവിളിക്കാൻ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം എല്ലാം തികഞ്ഞ ആളുകളായിരിക്കാം. നിങ്ങൾക്കൊക്കെ കാശും സൗഭാഗ്യവും നല്ല കെട്ടിടങ്ങളും ഒക്കെയുള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിസരത്തോ ദാരിദ്ര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ കമൻ്റ് ഇടാനായിട്ട് വരുന്നത് എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്കൊക്കെ അത്യാവശ്യം ദാരിദ്ര്യമുള്ള ആളുകൾ തന്നെയാണ് നമ്മളെല്ലാം തികഞ്ഞ ആളുകളല്ല. നമ്മൾ സ്ക്രീനിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോയുടെ മുന്നിൽ വരുമ്പോൾ കാണുന്ന പച്ച മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അത് തുറന്നു പറയാനായിട്ട് ഒരു മടിയില്ല. എന്തിനാണ് തുറന്നു പറയാതിരിക്കേണ്ട കാര്യമില്ല എന്ന് കരുതി നമ്മൾ ആരോടും 5 താ 10 താ എന്നും പറഞ്ഞിട്ട് ഇരക്കാനായിട്ടൊന്നും ഒരിക്കലും വരത്തില്ല. നമ്മളെ ചെറുതിലേ തൊട്ടേ നമ്മുടെ മാതാപിതാക്കൾ വളർത്തിയത് എന്താണെന്ന് വെച്ചാൽ കാടിയാണെങ്കിലും മൂടി കുടിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മൂടി കുടിച്ചാലും നമ്മൾ ആരെയും മുന്നിൽ കൈനീട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതി ഒരിക്കലും കൈനീട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ചിട്ടൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തെങ്കിലും രോഗമോ മറ്റോ വന്നു കഴിഞ്ഞാൽ കൈനീട്ടേണ്ട സാഹചര്യം വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇപ്പോഴേ പ്രവചിക്കാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ ഒരു പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ. എന്തായാലും മനസ്സോടുകൂടി ആരോടും ഒന്നും ചോദിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും